ഹേ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ലോക രണ്ടാമത്തെ വട്ടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പടം വേറെ ലെവലാണ്. അതിൻ്റെ രണ്ടാമത്തെ വട്ടം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഫസ്റ്റ് തന്നെ ഇന്ന് കളക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ഹൃദയപൂർവ്വത്തിൻ്റെയും ലോകേൻ്റെയും കളക്ഷൻ റിപ്പോർട്ട് പറയാം. ഫസ്റ്റ് തന്നെ അത് പറയാം. ലോക കളക്ട് ചെയ്തിരിക്കുന്നത് 36.5 കോടിയാണ്. 36.5 crore വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത് ഇത്രയാണ്. ഇന്ത്യ മുന്നോട്ട് പോകണം. 200, 300, 400 കോടിയൊക്കെ അടിക്കാനുള്ള പടമാണിത്. അത്രയ്ക്ക് പടം ഡിസേർവ്ഡ് ഉണ്ട് ഈ പടം. എന്നിട്ടാ പറയുക, അംഗീകരിക്കുന്ന അർഹതയുണ്ട് ഈ പടം. അത്രയ്ക്ക് അർഹിക്കുന്നുണ്ട് ഈ പടം അടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇനി എന്തായാലും കയറും, തൂക്കും പടം. പിന്നെ ഹൃദയപൂർവ്വം എത്രയാണ് കളക്ട് ചെയ്ത്? 26 കളക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആകുമ്പോൾ 27 കോടി. എന്തായാലും ഇന്ന് കഴിയുമ്പോഴേക്ക് 27 കോടിയാവും. രണ്ടും കട്ടയ്ക്ക് കോമ്പറ്റീഷൻ പിടിക്കുന്നുണ്ട് കേട്ടോ. തൂക്കിയത് ലോകയാണെങ്കിൽ കൂടി. അത് പിന്നെ ഹൃദയപൂർവ്വം തിയേറ്ററിലൊന്നും വാച്ച് ചെയ്യാൻ അത്രയ്ക്ക് ഡിമാൻഡൊന്നുമില്ല. വാച്ച് ചെയ്യണമെന്നൊന്നുമില്ല. തിയേറ്ററിൽ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്ന പടമല്ല. ഇത് മസ്റ്റ് വാച്ചാണ് ഈ ലോക. ഇത് രണ്ടും കൂടി ക്ലാസ് വെച്ച കാരണം ഇത്തിരി കളക്ഷൻ ഇത്തിരി ഡിഫറൻസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും രണ്ടും കട്ടയ്ക്ക് കോമ്പറ്റീഷനാണ്. എന്തായാലും ലോക ഭയങ്കര വലിയ നിലയിലൊക്കെ എത്തട്ടെ. നമ്മുടെ കലിക്കിലത്തെ ഡയറക്ടർ നാഗ് അശ്വിനൊക്കെ എന്താ പറയുക, ഈ പടത്തിനെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഞെട്ടിയിരിക്കല്ലേ, ഇത് എന്തിട്ട് പടം എൻ്റെ പൊന്നെ. പുള്ളിയൊക്കെ 600 കോടിക്ക് കലിക്കെടുത്തത്. ഇത് വെറും 30 കോടിക്ക് ഈ ജാതി പവർ. മൊത്തത്തിൽ 40 കോടിൻ്റെ താഴെ ബഡ്ജറ്റിൽ ഇവർ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർ ആരാണെങ്കിലും ഞെട്ടിപ്പോവില്ലേ. 600 കോടിക്ക് എടുത്ത പടാ, അതിൽ 300 കോടി തന്നെ കാസ്റ്റിനാണ് കൊടുത്തത്. ബാക്കി 300 കോടിക്കാണ് ഈ VFX ക്രൂ ഒക്കെ എടുത്തത്. അപ്പോൾ ആ 600 കോടി മൊത്തത്തിൽ മുടക്കി കഴിഞ്ഞാൽ കലിക്ക് ചെയ്ത് നിലയിലെത്തിയാൽ VFX പോട്ടെ, പടം ആ പടം എന്താ പറയുക, മഹാഭാരതത്തിലേക്ക് പറയുന്ന വരെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പടം കണ്ടപ്പോൾ എന്തായിരുന്നു, ഈ ഇൻ്റർവെൽ ബ്ലോക്ക് ആകുമ്പോഴേക്ക് ഈ പടം പീക്ക് ചെയ്ത്. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ ഹൈ ആയിരുന്നു. എൻ്റെ പൊന്നെ, അത് ആ ഇൻ്റർവെൽ ബ്ലോക്ക് എത്തണതിന് മുന്നേ ഈ ബാംഗ്ലൂർ സിറ്റിയൊക്കെ കാണിച്ച്, പിന്നെ നക്സലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പൊക്കെ കാണിച്ച് അങ്ങനെ പോയതാണ്. ഈ പടം ഒരു രക്ഷയില്ല. ഞാൻ ഫസ്റ്റ് ടൈം പടം കണ്ടത് ഒറ്റയ്ക്കാണ്, സോളായിട്ട് പോയി കണ്ടു. ഞാനിങ്ങനെ ഇങ്ങനെയാണ് പടം കണ്ടത്. ഞാൻ റിവ്യൂ ഇട്ടതാണ്. ഞാൻ ഇങ്ങനെ പടം കണ്ടിട്ട് എനിക്കിത് മര്യാദയ്ക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല, ഫുൾ സ്ക്രീൻ കാണാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയാണ് കണ്ടു കേട്ടോ. പക്ഷെ ഇത് എന്താ പറയുക, സെൻട്രലിൽ ബാക്ക് സീറ്റിൽ കിട്ടി. ഏറ്റവും ബാക്കല്ല, അതിൻ്റെ 3 ഇതിൻ്റെ പുറകെ 3 റോ പുറകെ മുന്നിൽ 4ാമത്തെ റോയിലിരുന്നു, ലാസ്റ്റത്തെ 4ാമത്തെ റോ. എൻ്റെ പൊന്നെ, ഇത് ഫാമിലിയായിട്ട് കണ്ടത്. എൻ്റെ ഫാമിലിത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പടം എന്ത് പടം അത്. ഞാൻ റിവ്യൂവിലെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഭയങ്കര വലിയ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ പടം. ഇത് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് അത്രയ്ക്കും ഉണ്ട് ബ്രോ ഗൈസ്. അത്രയ്ക്കും ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ മിസ് ചെയ്യാതെ പോയി കാണാം. ഓണമാണ് എല്ലാവർക്കും. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമിഴ് ഓഡിയൻസിനും തെലുങ്ക് ഓഡിയൻസിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കളക്ഷൻ, കാരണം നമ്മുടെ ദുൽഖർ സൽമാൻ കാരണമാണ് ഇത്രയ്ക്കും വലിയ റെക്കഗ്നീഷൻ നമുക്ക് കിട്ടുന്നത്. കാരണം പുള്ളി പാൻ ഇന്ത്യനായിട്ട് ഇയാൾ എന്ത് തെലുങ്കിലും പോയി തമിഴിലും പോയി അഭിനയിച്ച് എന്തിട്ട് പരിപാടിയാണെന്ന് പറയും. ഇതാണ് ഇവിടൊക്കെ അവൻ്റെ കണക്ഷൻ. ദുൽഖർ സൽമാനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ പടം കാണുന്നവരുണ്ട്.
അവിടെ ക്യാമിയോസൊക്കെ സ്പ്രെഡായി, സ്പോയിലറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നുണ്ട് ആൾക്കാർ. അതാണ് അറിയുന്ന ആൾക്കാർക്ക് ഈ കളിക്ക് എന്തുകൊണ്ട് ഇത്രയ്ക്കും വലിയ സക്സസ് ആയത്. ഒന്ന് അമിതാഭ് ബച്ചൻ, പിന്നെ പിന്നെ പ്രഭാസ് തെലുങ്കിലത്തെ ഹൈ ലെവൽ പാൻ ഇന്ത്യൻ ആക്ടറാണ് പുള്ളീൻ്റെ എല്ലാ പടം പാൻ ഇന്ത്യനായിട്ടാണ് എത്തുന്നത്. പാൻ ഇന്ത്യൻ ആക്ടറാണ് പ്രഭാസും. പിന്നെ കമൽഹാസൻ, ദീപിക പടക്കമാണ് പാൻ ഇന്ത്യനായിട്ട് സെറ്റായി പടം. പിന്നെ കേരളത്തിൽ തന്നെ ശോഭന അന്നാബനും ഇതുപോലെ അത്രയ്ക്കും ലെവലെത്തി. അതാണ് ഈ മെയിൻ ലീഡായിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത്രയ്ക്കും വലിയ കളക്ഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ദുൽഖർ സൽമാൻ ഓഡിയൻസിനെ കൂട്ടി വരാനുള്ള കഴിവുണ്ട്. കാരണം തെലുങ്ക് ഓഡിയൻസിൽ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര പോപ്പുലറാണ് പുള്ളി. അപ്പോൾ ആ ഒരു അത്ര ഇത് സ്പ്രെഡാവും. അപ്പോൾ അത് ഈ പടത്തിനെ തന്നെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ടെക്നിക്കൽ വൈസ് ഈ പടം ബ്രില്യൻറ്റ് ആൻഡ് സ്ക്രീൻ പ്ലേ. ഞാൻ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന ആരാണെന്ന് ഒന്നുകൂടി പറയാം. ഡൊമിനിക് അരുണും ശാന്തി ബാലകൃഷ്ണനാണ് നമ്മുടെ തരംഗത്തിലത്തെ ഫീമെയിൽ ലീഡ് ക്യാരക്ടറായിട്ടുള്ള നടി വേഷം ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് ശാന്തി ബാലകൃഷ്ണൻ. പുള്ളിക്കാരി ഈ സിനിമയിലുണ്ട്. അപ്പോൾ ചെറിയൊരു ഒറ്റ സീൻ, ഡയലോഗ് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഈ സിനിമ എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടിപൊളി ക്യാമിയോസും ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാരൊക്കെ വിളിച്ച് വിസിലടിച്ച് കൂവി ഒച്ച വെച്ച് ഓളിയിട്ട് പടത്തിനങ്ങോട്ട് ഹൈ ആക്കി സെക്കൻഡ് ഹാഫ്. പിന്നെ ഫസ്റ്റ് ഹാഫ് എല്ലാവരും ത്രില്ലടിച്ചിരിക്കല്ലേ, എൻ്റെ പൊന്നിത് എന്താണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തൊക്കെയാലും പടം വേറെ ലെവല്, സൂപ്പർ പടം. പിന്നെ മലയാള സിനിമേൻ്റെ പീക്ക് ലെവൽ എത്തിയിട്ടുണ്ട്. ടെക്നിക്കൽ VFX എഡിറ്റിംഗ്, BGM, ജെക്സ് ബിജോൻ്റെ BGM, ചമ്മൻചാക്കോൻ്റെ എഡിറ്റിംഗ്, പിന്നെ VFX ഒരു രക്ഷയില്ല. പിന്നെ നിമിഷ് രവിൻ്റെ സിനിമാറ്റോഗ്രഫി, പിന്നെ ഡൊമിനിക് അരുണിൻ്റെ ഡയറക്ഷൻ, പിന്നെ സ്ക്രീൻ പ്ലേ ഇവർ രണ്ടുപേരും ശാന്തി ബാലകൃഷ്ണനും ഡൊമിനിക് അരുണും മികച്ച് നിന്നിട്ട്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞതാണ്, ഈ ബാംഗ്ലൂർ സിറ്റി കാണിച്ചിട്ട് നമ്മളുടെ ഫസ്റ്റ് ഹാഫിൽ ഈ പടം സ്ക്രീൻ പ്ലേ കൊണ്ടുപോകുന്ന ബാംഗ്ലൂർ സിറ്റിയിലത്തെ ജോളിയുടെയും പരിപാടിയും നസ്ലിനും അരുൺ കുലീനും ചന്തും ഒക്കെ അടിച്ച് പൊളിക്കവർ. പിന്നെ കല്യാണിൻ്റെ കുറച്ച് സാധനങ്ങളും, പിന്നെ ശരത് സഭ, പിന്നെ നമ്മുടെ സാൻഡി മാസ്റ്ററൊക്കെ ഒരു രക്ഷയില്ല. അപ്പോൾ എന്തൊക്കെയാലും പൊളിച്ചിട്ടുണ്ട്. 2 ക്യാമിയോ. അപ്പോൾ അടിപൊളി. ബൈ എല്ലാവരും പോയി കാണാം.